കശ്മീർ ഭീകരാക്രമണത്തിൽ മരിച്ച ഹവിൽദാർ വസന്തകുമാർ വീട്ടിൽ നിന്നും മടങ്ങിയത് ഒരാഴ്ച മുൻപ്. 10 ദിവസത്തെ അവധിക്ക് വയനാട് ലക്കിടിയിലെ വീട്ടിലെത്തിയ വസന്തകുമാർ 8-നാണ് ജമ്മു കാശ്മീരിലേക്ക് തിരികെ പോയത്. സ്ഥാനക്കയറ്റത്തെ തുടർന്ന് 82-ാം ബറ്റാലിയനിൽ ഹവിൽദാരായാണ് വസന്തകുമാർ ശ്രീനഗറിലെത്തിയത്. മുൻപ് പഞ്ചാബിലായിരുന്നു ജോലി. ബറ്റാലിയൻ മാറ്റത്തെ തുടർന്ന് ലഭിച്ച അവധിക്ക് നാട്ടിലെത്തി. ഫെബ്രുവരി 8-ന് ശ്രീനഗറിലേക്ക്. സൈനിക വാഹനത്തിൽ കയറുന്നതിന് മുൻപ് ഭാര്യയെ ഫോണിൽ വിളിച്ചിരുന്നു. ഒരു 4:45 ആകുമ്പോഴത്തേക്ക് 4:45-5 മണിയുടെ ഉള്ളിലാണ് അമ്മ ഇവിടുന്ന് വിളിക്കുന്നത്. ഒരു ഹിന്ദിയിൽ സംസാരിക്കുന്ന രീതിയിൽ ഒരാൾ വിളിച്ചു. ചേട്ടായിക്ക് എന്തോ പറ്റിയിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നതെന്ന് പറഞ്ഞു. അപകടമുണ്ടായെന്ന വാർത്ത ഇന്നലെ തന്നെ അറിഞ്ഞെങ്കിലും പുലർച്ചെ 5 മണിയോടെയാണ് മരണവിവരം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത്. 18 വർഷത്തെ സേവനം പൂർത്തിയാക്കിയ വസന്തകുമാർ 2 വർഷം കൂടി കഴിഞ്ഞ് വിരമിക്കാനുള്ള തീരുമാനത്തിലായിരുന്നു. നാളെ പുലർച്ചെ 5 മണിയോടെ മൃതദേഹം കരിപ്പൂർ വിമാനത്താവളത്തിലെത്തിക്കും. വസന്തകുമാർ പഠിച്ച ലക്കിടി LP സ്കൂളിലാണ് പൊതുദർശനം. പിന്നീട് തൃക്കൈപ്പറ്റയിലെ കുടുംബ ശ്മശാനത്തിൽ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയാവും സംസ്കാരം. വസന്തകുമാറിന്റെ അപ്രതീക്ഷിത വിയോഗമുണ്ടാക്കിയ ദുഃഖത്തിലാണ് വയനാട്. വീരമൃത്യു വരിച്ച സൈനികന് എല്ലാ ആദരവോടും കൂടി നാട് നാളെ വിട ചൊല്ലും. ലക്കിടിയിൽ നിന്ന് അരവിന്ദിനൊപ്പം അശ്വിൻ വല്ലത്ത്, ന്യൂസ് 18.